CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചരിത്ര പ്രദർശനങ്ങൾക്കും കലാപരിപാടികൾക്കും തുടക്കമായി. വടകര നഗരസഭ സാംസ്കാരിക ചത്തുരത്തിലാണ് പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. ചരിത്ര പ്രദർശനം TP രാമകൃഷ്ണൻ MLAയും കലാപരിപാടികളുടെ ഉദ്ഘാടനം VT മുരളിയും നിർവഹിച്ചു. ജനുവരി 29, 30, 31 തീയതികളിൽ വടകരയിൽ നടക്കുന്ന CPIM ജില്ലാ സമ്മേളനത്തിന് അനുബന്ധമായുള്ള ചരിത്ര പ്രദർശനവും കലാപരിപാടികളും ആരംഭിച്ചു. അടിച്ചമർത്തലും നീതിനിഷേധവുമെല്ലാം ചെറുത്തു തോൽപ്പിച്ച് നാട് മുന്നേറിയ ചരിത്രവും വർത്തമാനവും സംവദിക്കുന്ന ചരിത്ര പ്രദർശനം വടകര ലിങ്ക് റോഡിന് സമീപമാണ് നടക്കുന്നത്. 1957 മുതൽ കേരളത്തിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയ ജനോപകാര വികസന പ്രവർത്തനങ്ങൾ, ലോകവിപ്ലവങ്ങൾ, തൊഴിലാളി കർഷക സമര പോരാട്ടങ്ങൾ, കളരി ആയോധന കലകൾ, പഴയകാല കാർഷിക ഉപകരണങ്ങൾ എന്നിവ മനസ്സിലാക്കാനും പഠിക്കാനും ഉപകരിക്കും വിധമാണ് ചരിത്ര പ്രദർശനം സജ്ജമാക്കിയിരിക്കുന്നത്. നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ നടന്ന ചടങ്ങിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. അവരെല്ലാം ചേർന്നതാണ് വിമോചന സമരം. അതിൽ കേരളത്തിലെ ജന്മി നാടുവാഴി വ്യവസ്ഥകളുടെ അവശിഷ്ടങ്ങൾ അന്ന് ശക്തമായി രംഗത്ത് വന്നു. ഇന്നത്തെ തലമുറയ്ക്ക് പാട്ടം എന്താണെന്നറിയില്ല. നാടുവാഴിത്വവും ജന്മിത്വവും ചരിത്ര സ്മരണകളായി മാറി. എങ്ങനെ ഇതിലേക്ക് കേരളം എത്തി? 1967 വീണ്ടും EMS ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 59 പാസാക്കിയ കർഷക ബന്ധ നിയമമില്ല. അതിൽ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും അനുകൂലമായ നിയമത്തിന്റെ എല്ലാ നല്ല വശങ്ങളുടെയും ചിറകരിഞ്ഞു കളഞ്ഞു. അതാണ് 69 ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിന് കാരണമായി. ആ നിയമത്തിലേക്ക് എത്തിയ ഒരു യാത്രയുണ്ട് കേരളത്തിൽ. ജന്മി നാടുവാഴി വ്യവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടം. ഇവിടെ മണ്ടോടിക്കണ്ണന്റെ പേര് ഓർമ്മിച്ചല്ലോ. ഈ പോരാട്ടത്തിന്റെ കണ്ണികളാണ് അതെല്ലാം, കുഞ്ചിയം സമരം ഉൾപ്പെടെ. അതിലൂടെയാണ് EMS ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. അന്ന് ഉയർന്നു വന്ന ശിഥിലീകരണ ശക്തികൾ ഇന്ന് കേരളത്തിൽ സജീവമാണ്. 69 പാസാക്കിയ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം, ആ നിയമം പഴയകാല സമരങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിൽ ഭൂബന്ധങ്ങളിൽ മാറ്റം വരുത്തി. ഭൂമിയുടെ ഉടമകളായി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ മാറി. ഇത് മാത്രമല്ല, 1980 സഖാവ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പെൻഷൻ ഏർപ്പെടുത്തുന്നു. 45 രൂപ. പ്രത്യുൽപാദനപരമല്ലാത്ത പെൻഷൻ. ഇത് പാടില്ല എന്ന നിലപാട് അന്നത്തെ കോൺഗ്രസ് കേരളത്തിൽ ഉയർത്തിയിരുന്നു. സ്വാഗത സംഘം ജനറൽ കൺവീനർ C ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി CK നാണു, CPI ജില്ലാ സെക്രട്ടറി KK ബാലൻ, ഡോക്ടർ KM ജയശ്രീ, M നാരായണൻ, C വത്സകുമാർ എന്നിവർ സംസാരിച്ചു. രാജാറാം തൈപ്പള്ളി രചിച്ച മണ്ടോടിക്കണ്ണൻ സമരജീവിതം പുസ്തകത്തിന് 2ാം പതിപ്പ് TP രാമകൃഷ്ണൻ പ്രകാശിപ്പിച്ചു. S രോഹിത് പുസ്തകം ഏറ്റുവാങ്ങി.